ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തെലങ്കാന സ്റ്റൈലിലൊരു ദാൽ കറിയാണ്. അതിന് വേണ്ട പരിപ്പ് നന്നായിട്ട് കുക്കറിലിട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇത്തിരി കൂടുതൽ, അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്തിരി കൂടുതലായിട്ട് വേണം. പിന്നെ ഒരു സവാള, ഒരു 3-4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി ഒക്കെയാണ്. അപ്പോൾ പാൻ വെച്ചു. നമ്മൾ ഈ സൺഫ്ലവർ ഓയിലാണ് നല്ലത്, വെളിച്ചെണ്ണയല്ല. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തെലങ്കാന സ്റ്റൈലാണ്. നമ്മുടെ ദില്ലിയിലെ ദാൽ കറി തന്നെയാണ്, പക്ഷേ അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ, വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് കുറച്ചധികം വേണ്ടത്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് നീളത്തിൽ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് പച്ചമുളക് ചേർക്കും, എരിവ് കൂടുതൽ. പിന്നെ കറിവേപ്പില. ഇത്രയുമാണ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് സോട്ടായി വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ദാല് ഇങ്ങനെ വെന്തിരിക്കുന്ന ദാലിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പുളിയാണ് ചേർക്കുന്നത്. പുളിവെള്ളം, അതായത് ഈ പുളി തന്നെ ചേർക്കണം. തക്കാളി ചേർക്കത്തില്ല അവർ, പുളിയാണ് ചേർക്കുന്നത്. അങ്ങനെ ആ പുളിയുടെ വെള്ളം, കുതിർത്ത് വെച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ആ ദാലൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി ദാൽ ലൂസാക്കി എടുക്കുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോട്ടായി വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ ജീരകമാണ്. നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മളൊന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. നമ്മൾ ഉപ്പിട്ടാണ് പരിപ്പ് വെന്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് ഈ കുക്കറിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് വെച്ചിട്ട് കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട്, നമ്മുടെ പരിപ്പ് കറി പോലെയല്ല, ഈ പരിപ്പ് കറി നന്നായിട്ട് തിളയ്ക്കണം. അതാണ് അതിൻ്റെ പരുവം. നല്ല പോലെ തിളയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മളിത് തിളയ്ക്കാനായിട്ട് വിടുന്നു. ഇത്രയുമേ ഉള്ളൂ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു.